പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള കൃഷി വകുപ്പിന്റെ കതിർ ആപ്പ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. കതിർ ആപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് പ്ലോട്ട് ആഡ് ചെയ്യുന്നത് മുതൽ ജിയോ ടാഗിംഗ് വരെയുള്ള വിവരങ്ങൾ അടങ്ങിയ വീഡിയോ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് കതിർ ആപ്പിൽ നൽകിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ അതുമല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ കതിർ ആപ്പിൽ ഉണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ സംശയങ്ങൾ ചോദിക്കുകയുമുണ്ടായി. എന്നാൽ ഇപ്പോൾ കതിർ ആപ്പിൽ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഒരുപാട് മാറ്റങ്ങൾ നിലവിൽ കതിർ ആപ്പിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ് എന്ന് നോക്കാം. കതിർ ആപ്പ് ഓപ്പൺ ചെയ്ത് മൈ ഫാർമറിൽ പോയാൽ നേരത്തെ ആഡ് ചെയ്ത പ്ലോട്ട് വിവരങ്ങളും കൂടെ ക്രോപ്പ് ആഡ് ചെയ്തും ജിയോ ടാഗിംഗ് ചെയ്തും നിലവിൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ നൽകിയ പ്ലോട്ടിലോ വിളകളിലോ അല്ലെങ്കിൽ ജിയോ ടാഗിംഗിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ തെറ്റായ വിവരങ്ങളാണ് നൽകിയത് എങ്കിൽ ഇനി നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാനായി കതിർ ആപ്പിൽ പുതിയ അപ്ഡേറ്റ് പ്രകാരം അത് നേരത്തെ ആഡ് ചെയ്ത പ്ലോട്ടിന്റെ സർവേ വിവരങ്ങൾക്ക് വലതുഭാഗത്തായി 3 ഡോട്ട്സ് കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ പുതുതായി ചില ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ഇവിടെ എഡിറ്റ് ജിയോ ടാഗിംഗ്, എഡിറ്റ് പ്ലോട്ട്, അതുപോലെ ഡിലീറ്റ് പ്ലോട്ട്, ഡിലീറ്റ് ക്രോപ്പ് എന്നിങ്ങനെ പുതിയ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തെറ്റായി നൽകിയവർക്ക് ഇനി എഡിറ്റിൽ പോയി അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് തുടക്കം മുതലേ ആഡ് പ്ലോട്ടിൽ പോയി പുതുതായി ആഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയും അപ്ഡേറ്റുകളാണ് നിലവിൽ കതിർ ആപ്പിൽ വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കതിർ ആപ്പിന്റെ അപ്ഡേറ്റുകളുമായി ബന്ധപ്പെട്ട വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.